എന്തായി കാണിക്കുന്നത്? രാത്രി മുഴുവൻ കുടിച്ചുല്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്, എന്നെ ഉറക്കാൻ. വാ. വാതിലടിക്കണ്ടേ? വേണ്ട. പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെയുള്ളവരെല്ലാം എനിക്കറിയാം. അവര് കാണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കണ്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല. ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ. എല്ലാം പോയി. പ്രാന്തളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അവൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു. സാർ, ഈ പാതിരായ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം. അതുവരെ ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയി കിടക്കടി. അവള് പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ലാട്ടോ. അവള് പിഴയാ, പോലീസ് സേവക്കാരിയാ. പാട്ടി. ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛാ വിളിച്ചോളൂ, പട്ടിയെന്നോ പൂച്ചയെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിന്ന് തിരുമേനിന്ന് എന്നെ വിളിക്കണം കേട്ടോ. തന്റെ മേനി കണ്ട അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവിടെ പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ, അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവർ തച്ചു കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചുവിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് ഓടും. കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതി ഉണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ
അങ്ങനെ വിടില്ല, എല്ലാം വിറ്റ് നശിച്ചാലും. ആ, അതിരിക്കട്ടെ, സീത ഉടനെ ഇത്ര കാലത്ത്? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. എത്ര കാലമായിട്ട് കണ്ടിട്ട്? ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്ന കാരണം പഠിപ്പ് മുടങ്ങിയ കുട്ടികളെ, കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം. വായിക്ക്, ഇനി ഇവൻ കൊട്ടിയാൽ ശരിയാവില്ല. വന്നിരിക്കുന്ന കൂട്ടുകാരൻ ചെല്ല്. ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ? ഇത് കുസൃതിയല്ല. നീ കരയാണോ? വെറുതെ ഓരോന്ന് ഓർത്തിട്ടാ. അങ്ങനെ മറക്കാൻ പറ്റുമോ സീറ്റ്? എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അനിയനെ ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കേണ്ട വാസു, ബലറാം സാർ തന്നെ കരടി പിടിക്കുമോ നമ്മളെ? ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ? സാർ, മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും 2-3 ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? 3, 4. അതിലും സംശയമാണോ? 3 പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ണി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ. സാർ, ഒരു സംശയം. സാറിന് ഇതിന് വല്ല ഷെയറും ചേർക്കുന്നു? വത്സല എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടറല്ലല്ലോ. വൈകിട്ട് കോളേജ് വിട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ഉഷേ, നീ അച്ഛനെ എഴുതിയില്ലേ? താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടുള്ള എസ്റ്റേറ്റ് ആണ്, ചുളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷമെങ്കിലും അച്ഛനോട് വാങ്ങിക്കേ, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങളെന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കെന്ന് പറഞ്ഞു. ഇരിക്കൂ. അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്. പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോടെ കയറ്റിയത്? മിസ് നമ്പൂതിരി, ഞാൻ പോകുന്നു. അവൾ പറഞ്ഞ കാര്യമാക്കിട്ട ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികാരാണ് എനിക്ക് വിധിച്ചത്. മോളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നെ തിരക്കാൻ അങ്ങോട്ട് വന്നത്. ക്ഷമിക്കുന്നു സാർ. അച്ഛാമുണ്ടരുത്. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റൂ സാർ. ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋതുക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്.
പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണി കടഞ്ഞാളിച്ച അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം വെടിഞ്ഞ ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് യാചിക്കുന്ന ഭിക്ഷ അതാണ്. എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങളുള്ളത്? ഒരു കരുണ അസ്ഥിയോ ഒരു തുള്ളി ചാരുപോത്താനും എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ മുട്ടന്റെ ശാപം തനിക്ക് കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ല് എനിക്ക് കേൾക്കില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല. സാർ, ഞാൻ ശ്രീനി. മനസ്സിലായി? വിപ്ലവ പാർട്ടിയല്ലേ? ഇരിക്കെ. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം? ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പതിപ്പിച്ചവനല്ലേ നീ? ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ. ഞാൻ ആ പ്രസ്ഥാനം വിട്ടു. പിന്നെന്താ ഇങ്ങോട്ട് വന്നത്? വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് പൊറുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിലിൽ ഈ സുഖം പോരടോ. സാർ എന്തായി പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ് മുഴുപ്പട്ടിനായിട്ട് കോടിക്കണക്കിന് ജനം ജയിലിൽ പുറത്തുണ്ടോ? വയർ നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? പിന്നെ ലേസി വേണോ? ടി വി വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങളിൽ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീരസാഹസങ്ങളും ഒക്കെ. നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജ് അല്ലേ? കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന്റെ ഒരു സഹായം പിന്നീടോ. കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ജീവിച്ച ഒരു നാരിയുടെ രോമം മടിക്കാൻ തനിക്ക് ഞാൻ കത്തി വെച്ചാണ്. അല്ല, ഇയാൾ ചൂടാവാ പട്ടി. മിസ്റ്റർ ഒരു പത്രപ്രവർത്തകൻ അപമാനിച്ചു. നീ എന്തോ പ്ലീസ് എന്തായാലും ക്ഷമിച്ചുക. ഓട്ടൊന്നേ സാറിനെ അനുസരിക്കാം. പക്ഷെ ഇവനെ എനിക്ക് ചെന്ന് ചെയ്യാൻ കഴിയും. പോടാ 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 കൊടുക്കാം. നീ ഇപ്പൊ പോ. എന്തിനാടോ ആ പാവത്തിന്? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയുന്നത്. പാവം കോള റാപ്പിൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺ സ്റ്റോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാർ, സാറിനെ കാണാൻ വക്കീൽ വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കൂട്ടൻ? കള്ളൻകുട്ടൻ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ആ, ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ. എന്നെ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എടോ വക്കീലേ, ഒരു കൊലക്കേസിനെ ഞാൻ ഒഴിവായിട്ടുള്ളൂ. വേറെയും കിടക്കുന്നു, ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ. പിന്നെ എനിക്കറിയാം. അറിയില്ല എന്നെ ഇവിടുന്ന് എപ്പോഴാ മാറ്റുന്നെന്ന്. അതിനിടയ്ക്ക് ഞാനിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തിന് കയറ് വീഴും. എല്ലാം ശരിപ്പെടുത്താവുന്നേ. ഇല്ലെങ്കിൽ എന്നിവിടെ വരുത്തിച്ച യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും. വിസിറ്റേഴ്സ് ആയിട്ടല്ല, തടവുകാരായിട്ട്. അതിനു വേണ്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? അതൊക്കെ സൂപ്രണ്ട് മറ്റും അപ്പുറത്തുണ്ട്. അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുകയാണോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം.
എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്തെത്തും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല, അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും സ്പിരിറ്റും ഡ്രഗ്സും. അങ്ങനെയൊന്നും സംഭവിക്കില്ല പൃഥ്വിരാജ്, ഞാൻ ഏറ്റു. എങ്കിലും എന്നെ പുറത്തു കിടത്തും, എത്രയും വേഗം. സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാമിന്റെ മർദ്ദനം തുടരുന്നു. ഫറൂഖ് അഴിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ CI കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ കേൾക്കട്ടെ, എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് അത്രേ ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ്. എന്താ നിർത്തിക്കളഞ്ഞത്? സാർ, ഒരു സംശയം. സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുവാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. ഒരു സ്ത്രീനി. ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം, ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരായനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്ത് അടിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നേ. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ. പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാൻ ഒക്കുമോ? ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതുവരെ സത്യരാജനെ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്, ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരു ഇടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം.